السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ 23-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ ومن يتولهم منكم فأولئك هم الظالمون. يا أيها الذين آمنوا സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഅ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഉറ്റ ബന്ധമുള്ളവരായിട്ട് ഔലിയാക്കളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ. അവർ ഈമാനിനേക്കാൾ കുഫ്റിന് പ്രാധാന്യം കൊടുക്കുന്ന, കുഫ്റിനോട് ഇഷ്ടമുണ്ടാകുന്ന ആളുകളാണ് എങ്കിൽ, അഥവാ അവർ കുഫ്റിന്റെ ആളുകളാണ് എങ്കിൽ, ഒരു വ്യക്തിയോട് ഏറ്റവും അടുത്തിട്ടുള്ള മാതാപിതാക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവരെ ഈ വലായത്തിന്റെ ബന്ധം, വലായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വലായത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ മഹബ്ബത്ത് വൻ നുസ്ര എന്നാണ്. അതായത് ഒരാളുടെ ഉറ്റമിത്രമാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനോട് അങ്ങേയറ്റത്ത് ഇഷ്ടമുണ്ടാകലും അതുപോലെ തന്നെ സഹായിക്കലുമാണ്. ആ രീതിയിൽ ഒരു ബന്ധം, അത് നിങ്ങളുടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ, അതാണല്ലോ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുണ്ടാവുന്ന ബന്ധം. അവർ കുഫറിന് പ്രാധാന്യം കൊടുക്കുന്ന കുഫറിന്റെ ആളുകളാണ് എങ്കിൽ അവരോട് പോലും ഈ ഒരു ബന്ധം ഉണ്ടാകരുത്. വമൻ യതവല്ലഹും മിൻകും. ആരാണോ അവരുമായിട്ട് ഈ ഒരു വലാ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ, ഫഉലൈക ഹുമുദ് ളാലിമൂൻ. അവർ തന്നെയാണ് അക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പല ആയത്തുകളിലും സൂചിപ്പിച്ച കാര്യമാണ് വലാ ബറാ എന്നുള്ളത്. അവിടെ രക്തബന്ധമാണോ എന്നോ അല്ലെങ്കിൽ അയൽപക്ക ബന്ധമാണോ എന്നോ എന്നതല്ല അതിന്റെ അടിസ്ഥാനം. അത് ഈമാനികമായിട്ടുള്ള ബന്ധം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ആളുകളാണോ അല്ലയോ എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ അടിസ്ഥാനം ഒരിക്കലും മാതാപിതാക്കൾ കാഫിര്യങ്ങളാണെങ്കിൽ അവരോട് അവർക്ക് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യാൻ പാടില്ല. അയൽവാസികൾ കാഫിര്യങ്ങളാണെങ്കിൽ അവരോട് അയൽപക്കമെന്ന് സ്ഥാപിക്കാൻ പാടില്ല എന്നല്ല. മാതാപിതാക്കളോടുള്ള കടമ. അപ്പോൾ ഒരു മകൻ കാഫിറാണെന്ന് വിചാരിക്കുക, ഉമ്മയുപ്പയൊക്കെ കാഫിറാണ്. ആ മകൻ ഈമാൻ സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. അവന് ഉമ്മാനോട് ഉപ്പാനോടുള്ള ബാധ്യത കൂടുതൽ നിർബന്ധമാകുകയാണ് അവിടെ. അവനവന്റെ ഉമ്മാനോട് ഭൗതികമായിട്ടുള്ള ഫിദ്ദുന്യ മഅറൂഫ, ഭൗതികമായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറണം. ഇതിന് സഹാബികൾ നമുക്ക് മാതൃകയാണ്. ഇപ്പോൾ സഅദ് ബിൻ അബി വഖാസ് ആവട്ടെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആവട്ടെ, 3 വർഷക്കാലമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഉമ്മ പൂട്ടിയിട്ടത് പുറത്തു പോകാതെ, കാരണം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ആ ഉമ്മയോട് മോശമായി പെരുമാറുകയോ ആ ഉമ്മയെ ഉപദ്രവിക്കുകയോ ഒന്നും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റു പല സഹാബികളും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുണ്യം ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. സഹാബികൾ നമുക്കതിന് മാതൃകയുണ്ട്. പക്ഷേ അവർ കുഫ്റിന്റെ ആളുകളാണ് എങ്കിൽ അവരുമായിട്ട് ഈ തരത്തിലുള്ള ആദർശപരമായിട്ടുണ്ടാകുന്ന ഹൃദയബന്ധമുണ്ടാകുന്ന മഹബ്ബത്തിന്റെയും നുസ്രത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ വീണ്ടും പറയാം. ഒരുപാട് ആയത്തുകൾ സത്യവിശ്വാസികളെ വിളിച്ച് അല്ലാഹു തആല ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത ആയത്തിൽ ഇതൊന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്. ഇതിന് ശേഷം പറയുന്നത് അതിലെന്താ അല്ലാഹു പറയുന്നത്? ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها
അല്ലാഹു തആല ചില കാര്യങ്ങൾ എണ്ണി പറയാണ്. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം, നിങ്ങളുടെ കച്ചവടം, അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനം. ഈ 8 കാര്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇവർ അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് എങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് എങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം കൊണ്ടുവന്ന് തരുന്നത് നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ചില മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത് ഇത് ഹിജ്റയുടെ സമയത്ത് മുഹാജിരിങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ്. കാരണം ഹിജ്റ ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന ഇറങ്ങിയ സമയത്ത് ചില ആളുകളെ ഹിജ്റ ചെയ്യാൻ തടസ്സമായി നിന്ന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതായത് അവരുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, കുടുംബം, കച്ചവടം, വീട് എന്നീ കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള നിലക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇതെന്ത് ഒഴിവായി കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന നിലക്ക് അവർ ഹിജ്റയിൽ പോകാതെ നിന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണമായിരിക്കണം മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്ന ഈ ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്നും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോ 23-ാമത്തെ ആയത്തിൽ ഈ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യം, ആരാണെങ്കിലും എത്ര അടുത്ത രക്തബന്ധമുള്ള ആളാണെങ്കിലും കുഫറിലാണോ ആ ഒരു അകൽച്ച നമുക്കുണ്ടായിരിക്കും. എത്ര അകന്ന ആളാണ്, നമ്മൾ കണ്ടിട്ടേ ഇല്ല, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ ഈമാനിന്റെ പേരിലുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടാകും. അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത ആയത്ത് സൂറത്തു തൗബയിലെ തന്നെ 28-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ വഇൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻ ശാ ഇന്നല്ലാഹ അലീമുൻ ഹകീം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഹിജ്റ കഴിഞ്ഞ 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ മുഅ്മിനീങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് ആണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അലി റളിയല്ലാഹു ഈ ആയത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു വന്നിട്ട് അറിയിച്ചതാണ്. അപ്പോ ഈ മുശ്രിക്കീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ടായിരുന്നു. അവർ നഗ്നരായി കഅബയെ തവാഫ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഹജ്ജിലെ തൽബിയത്തിൽ ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ തൽബിയത്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകളായിരുന്നു അവർ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് മുസ്ലിമീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാൻ ഹിജ്റ 9-ാം വർഷം ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പനയായിട്ട് ഈ ആയത്ത് ഇറക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കീങ്ങൾ നജസാണ്. നജസി എന്ന് പറഞ്ഞാൽ ഹസ്സിയായിട്ടുള്ള, ബാഹ്യമായിട്ടുള്ള, നമ്മൾ കാഷ്ടവും മൂത്രം പറയുന്ന പോലെയല്ല, മഅനവിയായിട്ടുള്ള നജസാണ്. അതായത് ഷിർക്ക് എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവർ ബാത്തിനിൽ ഖൽബ് കൊണ്ട് നജസാണ്. തൗഹീദ് എന്നുള്ളത് ത്വഹാറത്താണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ അവർ ത്വഹാറത്തുള്ളവരാണ്. അപ്പോൾ അവർ നജസാണ്. ഈ തലക്ക് വിശ്വാസത്തിന്റെ പേരിൽ നജസാണ്. അല്ലാത്ത രീതിയിൽ നജസല്ല എന്ന് അറിയിക്കുന്ന പല കാര്യങ്ങളും വന്നതിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുൽ കിതാബുകാരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല. അപ്പൊ നജസാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅനവിയായിട്ടുള്ള അവർ വിശ്വാസത്തിന്റെ പേരിൽ നജസുകളാണ്. ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, ഈ വർഷത്തിന് ശേഷം ഹറമിന്റെ മസ്ജിദുൽ ഹറമിലേക്ക് മുശ്രിക്കീങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന ഇറക്കുകയാണ്. ഇത് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അത് ഉംറയുടെയും ഹജ്ജിന്റെയും സമയത്ത് മുശ്രിക്കീങ്ങൾ വരാൻ പാടില്ല, നഗ്നരായിക്കൊണ്ട് അവർ തവാഫ് ചെയ്യാൻ പാടില്ല, അവർ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന്. ചില ഇമാം മാലിക് പോലെയുള്ളവർ ഒന്നുകൂടിയും കൂടുതലായിട്ട് പറഞ്ഞത് എല്ലാ മസ്ജിദിനും ബാധകമാണ് ഇത് എന്നാണ്. ഒരു മസ്ജിദിലേക്കും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിലക്കാണ്. എന്നിരുന്നാലും ഈ ഹറമിന്റെ പരിധിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുത് എന്ന നിലക്കാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്.
അപ്പൊ അവരെ പ്രവേശിപ്പിക്കരുത് ഈ വർഷത്തിന് ശേഷം, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിച്ച ഹിജറ 9-ാം വർഷത്തിന് ശേഷം ഇനി അവർ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന നിലക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വൈൻ ഖിഫ്തുൻ ഐലതൻ, ഇനി അവര് വന്നില്ല എന്നതുകൊണ്ട്, അവരിവിടെ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതായത് അവർ മുഖേന നടക്കുന്ന കച്ചവടങ്ങൾ ഉണ്ടാകാം, അവർ മുഖേന ഉണ്ടാക്കുന്ന ഭൗതികമായിട്ടുള്ള മറ്റു പല ക്രയവിക്രയങ്ങളും ഉണ്ടാകാം, അപ്പൊ അതെല്ലാം നിന്നു പോകുമല്ലോ എന്ന നിലക്ക് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻഷാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരും കാലത്ത് അല്ലാഹു നിങ്ങൾക്ക് വലിയ ഐശ്വര്യം, ധന്യത, അവരുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ അലീമുൻ ഹക്കീമുൻ, അള്ളാഹു തആല അലീമാണ്, അറിവുള്ളവനാണ്, ഹക്കീമാണ്, ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ മുശ്രിക്കീങ്ങൾ എന്ന് ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ നജസാണ്, ഏറ്റവും വലിയ തിന്മയും ദുൽമുമാണ് ശിർക്ക് എന്നുള്ളത്. അപ്പൊ അത് ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾ അവരെ പരിശുദ്ധമായ ഹറമിന്റെ പരിധിയിലേക്ക്, കഅബയുടെ അടുക്കിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുത് എന്ന കൽപ്പന ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയും പിറ്റേത്തെ വർഷം, അടുത്ത വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരികയും ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ ഈ വർഷത്തോടു കൂടി മുശ്രിക്കീങ്ങൾ അവിടെ ഹജ്ജ് നിർവഹിക്കുന്നതും അവർ അവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വിരോധിക്കുകയും ഇനി അവരെ കൊണ്ടുണ്ടാകുന്ന ഭൗതികമായ ലാഭങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതിൽ നിങ്ങൾ പേടിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തിട്ടുള്ള ആയത്താണ് ഈ ആയത്ത്. അടുത്തത് സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്താണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ നിലക്ക്, ഹക്കായ നിലക്കല്ല, അഥവാ ദീൻ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുത്തതിന്റെയോ ഒന്നുമല്ല, ദീനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ആവശ്യാർത്ഥം ഫത്വകൾ നൽകിക്കൊണ്ട് ആളുകളുടെ ആവശ്യാർത്ഥം ദീനിനെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ നിലക്കെല്ലാം കള്ളമായ രീതിയിൽ ജനങ്ങളുടെ സമ്പത്ത് പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ തിന്നുന്നുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു, ഹക്ക് പറഞ്ഞു കൊടുക്കാതെ, ഹക്ക് എത്തിച്ചു കൊടുക്കാതെ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ആരാണോ നിധിയായിക്കൊണ്ട് കൂട്ടിവെക്കുന്നത്, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, അതിൽ അധിക പേർക്കും സംഭവിക്കുന്ന, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അഥവാ ജനങ്ങളുടെ സമ്പത്ത് ബാത്തിലായ നിലക്ക് നേടിയെടുക്കാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി ദീനിൽ അവർ തെറ്റായ രീതിയിൽ, ഇപ്പൊ ജനങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലും ഫത്വകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ അവർക്ക് അനുയോജ്യമായി, അവരിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ രീതിയിൽ കിതാബിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ അല്ലാതെ അവർ മാറ്റിമറിക്കുന്ന അവസ്ഥ മുൻഗാമികളിൽ അഹ്ലു കിതാബുകാരിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ ബാത്തിലായ രീതിയിൽ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പോലെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അത് മുഖേന ആ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ജനങ്ങളെ നയിക്കുകയും അത് മുഖേന ജനങ്ങളുടെ സമ്പത്ത് നേടുകയും അത് തിന്നു തീർക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ഉണ്ട് എന്ന് പറയാം. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം എന്താ? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ഹഖായ ദീനിൽ നിന്ന് അവർ ജനങ്ങളെ തടയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് അറിവുള്ള ആളുകൾ, അഥവാ കിതാബ് പഠിച്ചിട്ടുള്ള, ഖുർആൻ അറിയുന്ന, ഹദീസുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരിക്കലും അവർ അറിവില്ലാതെയാണ് നമ്മുടെ നാടുകളിലെല്ലാം കാണുന്നത് പോലെ ശിർക്കൻ പ്രവർത്തനങ്ങൾക്കും ബിദ്അത്തുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകളില്ല, അതായത് ഇതുപോലെയുള്ള പണ്ഡിത പുരോഹിതന്മാരെ വാക്ക് കേട്ടിട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ വിഷയമല്ല, അല്ലാതെയുള്ള ഇതിനെക്കുറിച്ചെല്ലാം അറിവുള്ള പണ്ഡിത പുരോഹിതന്മാർ അവരുടെ ആ സ്ഥാനവും അവരുടെ സമ്പത്തും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഈ ഹക്ക് പറഞ്ഞു കൊടുക്കാത്തത്, ജനങ്ങളുടെ ഹക്ക് തടയുന്നത്. ബാത്തിലായ നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊക്കെ
ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഓരോ തരത്തിലുള്ള ബിദ്അത്തുകൾ കാണുന്നത്, ശിർക്കൻ പ്രവർത്തനങ്ങൾ കാണുന്നത്, അതിലൂടെ അവർക്കുണ്ടാകുന്ന വരുമാനം കാണുന്നത്, സാമ്പത്തികമായ നേട്ടങ്ങൾ കാണുന്നത്, അതുകൂടെ ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രശസ്തി കാണുന്നത്. പല രീതിയിലാണ്. ഓരോ ആൾക്കുണ്ടാവും പിന്നാലെ കൂടാൻ കുറെ ആളുകളും. ഓരോ ഇതുപോലെയുള്ള എത്ര പിഴച്ച വാദം പറഞ്ഞാലും, എത്ര വിവരക്കേട് പറഞ്ഞാലും, എത്ര വിവരമില്ലായ്മ പറഞ്ഞാലും അതിന്റെ പിന്നാലെ പോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല വേറൊരു കാര്യം കൂടി ആയത്തിൽ പറയാണ്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും അഥവാ സമ്പത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നത് സ്വർണത്തിന്റെ മേലെയാണ്. അപ്പൊ സമ്പത്ത് എന്നുള്ളത് അതിനെ നിധി പോലെ പൂഴ്ത്തിവെക്കുകയാണ്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല. പ്രധാന ഉദ്ദേശം ജകാത്ത് കൊടുക്കാതെ, അതല്ലെങ്കിൽ അവന് നിർബന്ധമായിട്ടുള്ള അവന്റെ കുടുംബത്തിനും അവന്റെ വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും അതുപോലെയുള്ള ചെലവഴിക്കാതെ അവൻ എന്ത് ചെയ്യാണ്? സമ്പത്ത് പൂഴ്ത്തിവെക്കുകയാണ്. പ്രധാനമായും ജക്കാത്തൊന്നും കൊടുക്കാതെ. അങ്ങനെയുള്ളവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാം. അപ്പൊ സമ്പത്ത് എന്നുള്ളത് അതിന് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജക്കാത്ത് എന്നുള്ളത്. അത് കൃത്യമായി അതിന്റെ അളവിലും കാലത്തിലും ഹൗലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി കണക്ക് കൂട്ടി അതിന്റെ എത്രയാണോ നൽകേണ്ടത് അത് നൽകിയാൽ മാത്രമേ അത് വീട്ടിൽ കിട്ടുള്ളൂ. അതല്ലാതെ അത് എടുത്തു വെക്കുന്നവർക്ക് വേദന ശിക്ഷ. ചില ഹദീസുകളിൽ കാണാം, അവൻ പൂഴ്ത്തിവെച്ച ഈ സമ്പത്ത് സ്വർണ്ണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുദ്ര പോലെ തിളപ്പിച്ച് വെച്ചിട്ട് ചൂട് വെച്ചിട്ട് അമർത്തി വെക്കുന്നത് പോലെ അവന്റെ മുതുകിലായി വെക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് ശിക്ഷയുണ്ടാകും എന്ന് കാണാം. ഈ ആയത്തിനെ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സഹാബികളുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വളരെയധികം സാഹിദായിരുന്ന സഹാബിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ ആയത്തിൽ നിന്ന് മനസ്സിലായത്, അദ്ദേഹം പറഞ്ഞു, അന്നന്നത്തെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ സ്വതക്ക കൊടുക്കാതെ എടുത്തു വെക്കണമൊക്കെ ഈ ആയത്തിൽ പെട്ടുപോകുന്നു. അന്നന്നത്തെ ഒരാൾ ചെലവ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അയാൾ എടുത്തു വെച്ചിട്ട് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല, അങ്ങനെ എടുത്തു വെക്കുന്നൊക്കെ ഈ ആയത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ പറഞ്ഞു. അതിനത് ആളുകൾക്കിടയിൽ ഭയങ്കര ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ഫിത്നയായിട്ട് മാറി. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നത്തെ ചെലവ് കഴിഞ്ഞ് എടുത്തു വെക്കണമൊക്കെ പിന്നെ നരകത്തിൽ ശിക്ഷയാവും എന്നുള്ളത്. ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും ആ ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് തന്നെ മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് റബത്ത എന്നുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഈ ആയത്ത് അത്രയും ആഴത്തിലാണ് സ്വഹാബി മനസ്സിലാക്കിയത്. പക്ഷെ ഉദ്ദേശം സകാത്തൊന്നും നൽകാതെ സമ്പത്ത് പൂഴ്ത്തിവെക്കുന്ന ആളുകളുടെ അവസ്ഥയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ. ഒന്ന്, പണ്ഡിത പുരോഹിതന്മാർ അവർ പ്രമാണങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടി ബാത്തിലായ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട്, സമ്പത്തിന് സകാത്ത് നൽകി അതിനെ ശുദ്ധീകരിക്കേണ്ടതാണ് എന്നുള്ളത്. അടുത്ത ആയത്ത് സൂറത്ത് തൗബയിലെ 38-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാ, എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൂ എന്ന് പറഞ്ഞാൽ, സാഖൽതും ഇലൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ അല്ലെങ്കിൽ അതിന് മടി കാണിക്കുകയാണോ? അർദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ ദുനിയാവിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടുപോയോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, ദുനിയാവിന്റെ വിഭവങ്ങൾ പരലോകവുമായി വെച്ച് നോക്കുമ്പോൾ വെറും നിസ്സാരമാണ് എന്ന് അല്ലാഹു തആല പറയാണ്. ഈ സൂറത്ത് തൗബയിലെ ആയത്തുകൾ അവസാനത്തിലെയും അതുപോലെ നടുഭാഗത്തുള്ള ചില ആയത്തുകളും ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് മദീനയുടെയും ദമസ്കസിന്റെയും ഇടയിലായിട്ടുണ്ടായിരുന്ന അന്നത്തെ ഷാമിന്റെ പ്രദേശത്തിൽപ്പെട്ട പ്രദേശമായിരുന്നു തബൂക്ക് എന്നുള്ളത്. അപ്പോ തബൂക്കിലേക്ക് അന്ന് റോമക്കാരുടെ കീഴിലായിരുന്നു ഷാമിന്റെ ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ റോമക്കാരും അതുപോലെ തന്നെ ചില അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ക്രൈസ്തവരും കൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. അങ്ങനെ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ അറിയിച്ചു. ആ സമയം ഹുനൈൻ യുദ്ധമെല്ലാം കഴിഞ്ഞു വന്നിട്ടുള്ള ക്ഷീണത്തിലുള്ള സമയമാണ്. പോരാത്തതിന് ഭയങ്കരമായ ചൂടും മദീനത്ത് ഭക്ഷണ ലഭ്യത കുറവുമുള്ള സമയമാണ്. അതിനോടൊപ്പം തന്നെ ഈന്തപ്പനയുടെ കൃഷി വിളവെടുക്കുന്ന സമയവുമായിരുന്നു. ആ ഒരു സമയത്താണ് ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്.
യുദ്ധത്തിൽ നിന്ന് ധാരാളം മുനാഫിഖീങ്ങൾ ഈ സമയത്ത് യുദ്ധത്തിന് പോകുന്നത് വിഡ്ഢിത്താണ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് റോമക്കാരുമായിട്ട് യുദ്ധം വന്നാൽ അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലാരുമില്ല, അതല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ കണ്ട് ഞങ്ങൾ ഫിത്നയിലാകും, അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളുണ്ട് പറഞ്ഞിട്ട് കുറെ മുനാഫിഖീങ്ങൾ പിന്തിരുന്നു. ചില മുഅ്മിനീങ്ങൾ പോലും ഇപ്പൊ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലെ അടുത്ത ആയത്തുകൾ വരുന്നുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലെ 3 സഹാബികൾ അവർ യുദ്ധത്തിന് പോകാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപാട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് കൊടുത്ത യുദ്ധമാണ് തബൂക്ക് യുദ്ധം. 10,000-ഓളം ദീനാർ സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ തന്നെ കുതിരകളും 300ഓളം ഒട്ടകങ്ങളോ അതുപോലെ കുതിരകൾ കൊടുത്തു. ഈ യുദ്ധത്തിനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പരസ്പരം മത്സരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു 4000 ദിർഹം കൊണ്ടുവന്ന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അതിലും കൂടുതൽ കൊടുത്തു. അപ്പോഴാണ് റസൂൽ തിരിച്ചു ചോദിച്ചത്, എന്താ വീട്ടിൽ ബാക്കി വെച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും വെച്ചിട്ടില്ല, അല്ലാഹു റസൂൽ മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ പകുതി വീട്ടിലുണ്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ എനിക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ യുദ്ധത്തിലാണ്. അപ്പൊ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ചില മുഅ്മിനീങ്ങളിൽ ഇതുപോലെ കൃഷിയുടെ വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട്, നല്ല ചൂടാണ്, കുറെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലർ പിന്തി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അവരോട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന രീതിയിലാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടൂ എന്ന് നിങ്ങളോട് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക്, ഇസ്താഖൽതും എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലേക്ക് കനം തൂങ്ങുക, അതായത് മടി പിടിച്ച് പിന്താങ്ങുകയാണോ, അതായത് പിൻവാങ്ങുകയാണോ, ഇറങ്ങി പുറപ്പെടാതിരിക്കുകയാണോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല എന്നിട്ട് ചോദിക്കാൻ അള്ളാഹു ഒരു ചോദ്യം. അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദുനിയാവിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലായിട്ടുണ്ടോ, പരലോകത്തേക്കാൾ ദുനിയാവിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലായോ എന്നുള്ളത്. അഥവാ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗഖ്യമോ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങപ്പെട്ട് ലഭിക്കുന്ന പരലോകത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണോ? എന്തും ആവട്ടെ, ദുനിയാവ് മൊത്തം ലഭിക്കുമെന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് ഒരു ജിഹാദിന് പോകാൻ, യുദ്ധത്തിന് പോകാൻ പോയി കഴിഞ്ഞാൽ ഒരുവന് ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യം കിട്ടും ലഭിക്കുക. എന്നാലും സ്വർഗത്തിന്റെ അടുത്ത് എത്തുവോ? ഇല്ല. എന്നാലും സ്വർഗത്തിന്റെ അടുത്ത് എത്താൻ പോകുന്നില്ല. അപ്പൊ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ പരലോകത്തേക്കാൾ ദുനിയാവിന് നിങ്ങൾ തൃപ്തിപ്പെട്ടു പോയോ? എന്നിട്ട് പറയാണ്, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ, ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾ മൊത്തം എടുത്തു നോക്കിയാലും പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ അത് ഖലീലാണ്, വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹദീസുകൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾ കടലിൽ വിരൽ മുക്കിയിട്ട് തിരിച്ചെടുത്താൽ അതിലെന്താണുള്ളത് അതാണ് ദുനിയാവ്, പരലോകം എന്നുള്ളത് ആ കടലാണ് എന്നുള്ളത്. ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള, ആകാശഭൂമികൾ പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശമല്ല, അതിനപ്പുറത്ത് 7 ആകാശങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത അത്രയും വിശാലമായിട്ടുള്ള ആ ആകാശഭൂമികളെക്കാൾ വലിപ്പമുള്ള സ്വർഗം, അവിടെയുള്ള അനുഗ്രഹങ്ങൾ അതാണോ വലുത്, അതോ നശ്വരമായിട്ടുള്ള ഈ ദുനിയാവിന്റെ യുവങ്ങളാണോ വലുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും, അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് മാത്രമേ ഉള്ളൂ? പരലോകം മാത്രമേ ഉള്ളൂ. അതായിരിക്കണം നമ്മൾ ലക്ഷ്യം. കാരണം അതാണ് നമുക്ക് ഉറപ്പുള്ളത്. നമുക്ക് ആകെ ഉറപ്പുള്ള ഒരു കാര്യം അതാണ്. ഇപ്പൊ ദുനിയാവിൽ എന്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഒരിക്കലും നമുക്കൊരു കാര്യം ഒരാൾ നൽകാമെന്ന് പറഞ്ഞാൽ അത് കിട്ടും എന്ന് ദുനിയാവിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരാൾ പറയാണ്, നാളെ നിനക്ക് ഞാനൊരു 1 കോടി രൂപ തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിചാരിക്കുക. അത് നാളെ കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളതിൽ ഒരു ഉറപ്പില്ലാത്ത ആൾക്കാരാണ് നമ്മള്. തരാ പറഞ്ഞാൽ മരിക്കാം, നമ്മൾ മരിക്കാം, അല്ലെങ്കിൽ ലോകം മൊത്തം ഇടിഞ്ഞു വീഴാം, എന്തുണ്ടാകാം. നമ്മൾ ആലോചിച്ച് നോക്കി, നിലനിൽക്കുന്നതായിട്ട് ആകെയുള്ളത് പരലോകമാണ്, അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ, അപ്പൊ ഈ ഒരു ജിഹാദിന്റെ വിഷയത്തിലാണെങ്കിലും ഈ ദീനിന്റെ ഏത് കാര്യം അനുസരിക്കുന്നിടത്തും നമുക്ക് ദുനിയാവ് എന്താവരുത്, തടസ്സമായി തീരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അത്രയും വലിയ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.